Hi friends, welcome back to Ultron Media. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടെർമക്സിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും ടെർമക്സ് ഉണ്ട്, പക്ഷേ അത് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ അല്ല. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും പല എറേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് എവിടെ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ബ്രൗസർ എടുക്കുക, അല്ലെങ്കിൽ ഗൂഗിളിലോ മറ്റോ ജസ്റ്റ് ടെർമക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ TERMUX.com എന്നുള്ള വെബ്സൈറ്റിൻ്റെ ആ ലിങ്ക് നമുക്ക് ഇവിടെ കാണാം. ടെർമക്സ് കാണാം. അപ്പോൾ പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ടെർമക്സിൻ്റെ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്കും ഉണ്ട്, പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത് ലേറ്റസ്റ്റ് വേർഷൻ അല്ല. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ TERMUX.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറുക. അതിന് വേണ്ടിയിട്ട് ടെർമക്സ് എന്ന് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ടെർമക്സ് GitHubലും അതുപോലെ തന്നെ F-Droidലും കിട്ടുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. Get it on GitHub അതുപോലെ Get it on F-Droid എന്നുണ്ട്. അപ്പോൾ അതിൽ Get it on GitHub എന്ന് ക്ലിക്ക് ചെയ്താൽ GitHubൻ്റെ ലിങ്കാണ്. അവിടെ നമുക്ക് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് Get it on F-Droid എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജ് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ GitHubലേക്ക് തന്നെ പോകും, പക്ഷേ അവിടെ ഈ ഒരു സെർട്ടൺ ഏരിയയിലേക്ക് എത്തുക. അവിടെ ടെർമക്സ് ആപ്ലിക്കേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം F-Droid ഫ്രം ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയുള്ള ആ ഹിയർ എന്നുള്ള ആ ഒരു ബ്ലൂ കളറുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ F-Droidൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ അങ്ങോട്ട് എത്തും. അപ്പോൾ ഇവിടെ ഉണ്ട് ടെർമക്സിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് പാക്കേജിന് താഴെ ഡൗൺലോഡ് F-Droid എന്നുണ്ട്. നമ്മൾ F-Droid ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ടെർമക്സ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ ഒന്നുകൂടി താഴേക്ക് പോവാം. താഴെ പെർമിഷൻ്റെ താഴെയായിട്ട് കണ്ടോ ഡൗൺലോഡ് APK 97 MB എന്ന് പറഞ്ഞിട്ട് അതിൽ ആ ഡൗൺലോഡ് APK എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യട്ടെ, ഹാംഫുൾ ആയിരിക്കാം എന്നൊക്കെ ഒരു പോപ്പപ്പ് വരും. ഡൗൺലോഡ് എനിവേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 90 MB ആണ്. നമുക്ക് ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ആവുന്നത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിന്ന് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാളിങ് ബൂട്ട്സ്ട്രാപ്പ് പാക്കേജസ് എന്നൊക്കെ കാണാം. അതൊക്കെ റെഡി ആയി ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു apt അപ്ഡേറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് എററോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. apt സ്പേസ് അപ്ഡേറ്റ് എന്ന് കൊടുത്തതിന് ശേഷം എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ബിൽഡിംഗ് ഡിപ്പെൻഡൻസീസ് ടൈപ്പും കാര്യം ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. വലിയ എററും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് വെച്ചാൽ ചെറിയൊരു പാക്കേജ് ഉണ്ട് SL എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എററോ മറ്റു കാര്യങ്ങളെന്താ വരുന്നോ നോക്കാം. അപ്പം apt സ്പേസ് ഇൻസ്റ്റാൾ SL എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു, ബാക്ക് ഇൻസ്റ്റാളായി. ജസ്റ്റ് ഒന്ന് നോക്കാം. അതാ ഒരു പ്രശ്നമില്ല, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ഒന്നും തെറ്റിക്കാതെ കറക്റ്റായിട്ട് F-Droid നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇനി ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ.